അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വെറൈറ്റി പലഹാരമാണ്. ഒരുപാട് ചേരുവകളൊന്നുമില്ലാതെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഒരു തവണ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒരു മാസം വരെ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത തേങ്ങയാണ്. കട്ട് ചെയ്ത തേങ്ങ എടുക്കുന്ന നിർബന്ധമൊന്നുമില്ല, ചിരകി എടുത്ത തേങ്ങ എടുത്താലും മതി. ചിരകി എടുക്കുമ്പോൾ തേങ്ങയുടെ ബ്രൗൺ ഭാഗം വരാത്ത രീതിയിൽ വേണം തേങ്ങ ചിരകി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചിരകിയ തേങ്ങ ആണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് തേങ്ങ എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ചിരകിയ തേങ്ങ അല്ലാത്തത് കൊണ്ട് 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ തേങ്ങയുടെ ബ്രൗൺ സ്കിൻ കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ ആ തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 1/4 കപ്പ് കട്ട് ചെയ്ത തേങ്ങയല്ലേ എടുത്തിട്ടുള്ളത്. നമ്മളിത് പൊടിച്ചു കഴിയുമ്പോൾ 1/2 കപ്പ് തേങ്ങയായിട്ട് മാറും. ഇപ്പം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. ഇപ്പം കണ്ടില്ലേ, നമ്മൾ 1/4 കപ്പ് തേങ്ങ പൊടിച്ചെടുത്തപ്പോൾ ഇത് കറക്റ്റായിട്ട് 1/2 കപ്പ് തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നിറം മാറാത്ത രീതിയിൽ ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങി. ഈ സമയം ഫ്ലെയിം ഓഫാക്കി ചൂടായ പാനിൽ തേങ്ങ വെച്ചിരുന്നാൽ ഈ പാനിന്റെ ചൂടുകൊണ്ട് തേങ്ങയുടെ നിറം മാറും. അതുകൊണ്ട് തേങ്ങയുടെ ചൂട് മാറാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. വീണ്ടും അതേ പാൻ തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് വെള്ള എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എള്ളിന് അധികം വിലയൊന്നുമില്ല, എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ് ഈ എള്ള്. ഈ എള്ളിൽ കാൽസ്യം, ഫൈബർ, മിനറൽസ് എല്ലാം ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തിയുമാണ്. ഇനി ഈ 1 കപ്പ് എള്ള് ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ എള്ളും വറുത്തെടുത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. അതുവരെയും എള്ളിന്റെ വെള്ള നിറം മാറാത്ത രീതിയിൽ വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ എള്ള് ഉപയോഗിക്കാൻ എടുക്കുന്നതിന് മുമ്പായിട്ട് നല്ലതാണെന്ന് നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പാക്കറ്റിലുള്ള എള്ളാണെങ്കിലും അല്ലാതെ നമ്മൾ വാങ്ങുന്ന എള്ളാണെങ്കിലും എള്ളിൽ ചെറിയ ചെറിയ പൊടികളും അതുപോലെ തന്നെ പ്രാണികളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതുപോലെ പൊടികളും പ്രാണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയുടെ ഇതിന്റെ വെള്ളമൊക്കെ മാറ്റി ഏതെങ്കിലും ഒരു കോട്ടൺ തുണിയിൽ നിരത്തി വെച്ച് വെയിലത്ത് വെച്ച് ഒന്നുകിൽ ഉണക്കിയെടുക്കുകയോ അല്ലെങ്കിൽ എള്ളിന്റെ വെള്ളം മുഴുവനും മാറ്റിയതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താലും മതി. ഇതിൽ ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അത് ചെയ്യുക. ഇപ്പൊ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് നല്ലതുപോലെ ചൂടാറാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ 1/2 കപ്പ് നിലക്കടല ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള നിലക്കടല റോസ്റ്റ് ചെയ്തതാണ്. റോസ്റ്റ് ചെയ്ത നിലക്കടലയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വറുത്തെടുത്ത് അതിന്റെ നിറം മാറ്റരുത്. റോസ്റ്റ് ചെയ്യാത്ത നിലക്കടലയാണെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റെങ്കിലും ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി മിക്സിയിലെ ഒരു ജാർ എടുക്കാം. മിക്സിയിലെ ജാറിൽ ഒട്ടും വെള്ളത്തിന്റെ അംശം ഉണ്ടാവാൻ പാടില്ല. ഈ ജാറിൽ നമ്മൾ വറുത്തെടുത്ത ചൂട് മാറി എള്ള് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോവാതെ പൾസ് ചെയ്ത് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നിർത്തി വേണം പൊടിച്ചെടുക്കാൻ. ഒരേ സ്പീഡിലിട്ട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എള്ളിൽ നിന്നും എണ്ണയുടെ അംശം ഉണ്ടാവും. അങ്ങനെ എണ്ണയുടെ അംശം ഉണ്ടായാൽ നമ്മുടെ സ്വീറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ എള്ള് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോവാതെ ചെറിയ ചെറിയ തരികളോട് കൂടി വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എള്ള് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടതാ, ഇതുപോലെ ചെറിയ തരികളോട് കൂടി വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പൊടിച്ചെടുത്ത എള്ള് ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ എള്ള് പൊടിച്ചെടുത്ത അതേ ജാറിൽ തന്നെ വറുത്ത് മാറ്റി വെച്ച നിലക്കടലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. നിലക്കടല മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലതുപോലെ ചൂടൊക്കെ മാറിയതിന് ശേഷമേ ഇട്ട് കൊടുക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ നിലക്കടല പൊടിച്ചെടുക്കുമ്പോൾ അതിൽ നിന്നും എണ്ണ ഊറി വരും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിലക്കടല പൊടിക്കുമ്പോഴും ഒരേ സ്പീഡിലിട്ട് പൊടിക്കാതെ പൾസ് ചെയ്ത് വേണം ചെറിയ ചെറിയ തരികളോട് കൂടി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പൊടിച്ചെടുത്ത നിലക്കടല നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച എള്ളിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വറുത്ത് മാറ്റി വെച്ച തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ തേങ്ങ ഇല്ലായെങ്കിൽ ഇതിന് പകരം ഡെസിക്കേറ്റഡ് കോക്കനട്ട് 1/2 കപ്പ് എടുത്താലും മതി. ഇനി ഇത് 3ഉം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ഉരുകി വരട്ടെ. മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നെയ്യൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഈ നെയ്യിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് മുഴുവനും ഇട്ട് കൊടുക്കാം.
ഇനി ഇതൊന്ന് നിറം മാറാത്ത വിധത്തിൽ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ഒഴിവാക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതാ എല്ലാം നെയ്യുമായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പാൽപ്പൊടിയും കൂടെ ചേർക്കുമ്പോഴേ ഇതിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മളെ മിക്സും പാൽപ്പൊടിയും എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇപ്പം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കറക്റ്റ് മധുരമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാര അളന്നെടുത്ത അതേ കപ്പിന്റെ അളവിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരണം. ഇപ്പോൾ ഇതാ പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ പരുവല്ല നമുക്ക് വേണ്ടത്, ഒരു ഒട്ടുന്ന പരുവമാണ് വേണ്ടത്. പഞ്ചസാര പാനി വറ്റി ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. നമുക്ക് പഞ്ചസാര പാനി ഒരു ഒട്ടുന്ന പരുവായാൽ മതി. നമ്മൾ കയ്യിൽ ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടുന്നതായി കാണാം. ഇതാണ് പരുവം. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മൾ നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്നും ഓണാക്കിയിട്ടില്ല. ഇതിലേക്ക് നമ്മൾ ചൂടോടുകൂടി തന്നെ ആ പഞ്ചസാര പാനി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ കുറച്ച് വീതം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുഴുവൻ പഞ്ചസാര പാനിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓണാക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്ത് പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. കൈവിടാതെ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ പാനിൽ നിന്ന് വിട്ട് വരുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി മാറ്റി വെച്ച മിക്സ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് സാധാരണ വീട്ടിലുള്ള സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ്. ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടോടുകൂടി തന്നെ നമ്മുടെ മിക്സ് നെയ്യ് ബ്രഷ് ചെയ്ത പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുഴുവൻ മിക്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ ഇതൊന്ന് ലെവൽ ചെയ്തും കൂടെ കൊടുക്കുക. ആ ചൂടോടുകൂടി തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ ബൗളിൻ്റെ അടിവശത്ത് കുറച്ച് നെയ്യൊന്ന് തടവിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ എല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചൂടൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസുകളായിട്ടോ വലിയ പീസുകളായിട്ടോ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ട് വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും നമ്മുടെ ഈ സ്വീറ്റ്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ 1 മാസം വരെ പുറത്ത് സൂക്ഷിക്കാൻ പറ്റും. ഒരു കേടും വരില്ല. കാരണം നമ്മളെല്ലാം റോസ്റ്റ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ചൂട് മാറിയിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1 മാസം വരെ എയർടൈറ്റായ പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ 2 മാസം വരെ കേടുകൂടാതെ ഇരിക്കും. ഇപ്പം ഞാൻ ചെറിയൊരു അളവിലാണ് ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി എയർടൈറ്റായ പാത്രത്തിൽ വെക്കുകയോ ഫ്രിഡ്ജിൽ വെക്കുകയോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് ഉണ്ടാക്കി നോക്കുക. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയും എടുക്കാം. ഇനി ഇത് മുറിച്ചെടുത്തിൽ നിന്നും ഒരു പീസ് മുറിച്ചും കൂടി കാണിച്ചു തരാം. ഇപ്പം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും. അത്രയ്ക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്